എന്തൊക്കെയായിരുന്നു അടിച്ചു വിടുന്നത്? ഒരു ഉളുപ്പില്ലാതെ ഇരുന്ന് നുണ പറയാ. അയ്യേ, എന്തായിരുന്നു അച്ഛന്റെ പേര് പറഞ്ഞത്? എന്തായിരുന്നു? ബ്രഹ്മദത്തൻ. അതെ അതെ. അത് പക്ഷെ നുണയല്ല. പറഞ്ഞ ഒന്നും ശരിക്കും പറഞ്ഞ നുണയല്ല. എന്ന് പറഞ്ഞ ബ്രഹ്മാവിന്റെ സന്തതികളാണ് ഗന്ധർവന്മാർ. അമ്മ അമ്മ അമ്മയില്ല. അമ്മയെ പറ്റി അറിയില്ല. ബ്രഹ്മാവിന്റെ ജീവവായുവിൽ നിന്നാണ് ഗന്ധർവന്റെ ജനനം. ഞങ്ങൾക്ക് അമ്മയും അച്ഛനും ബ്രഹ്മാവ്. ശരിക്കുള്ള പേരെന്താ? പേരില്ല. പേരിടാൻ ഞങ്ങൾക്ക് അധികാരമില്ല. അവിടെയും അവിടെ ഒരു പേരുണ്ടായിരുന്നു. പക്ഷെ അതെന്താണെന്ന് ഓർമ്മയില്ല. അത് പുളു അല്ല. സ്വർഗം ഞങ്ങൾക്ക് ഓർക്കാൻ പാടില്ല. ഞങ്ങളുടെ ഓർമ്മയിൽ നിന്ന് ഇങ്ങോട്ട് വിടുമ്പോൾ അത് മാച്ചു കളഞ്ഞിരിക്കുക. ശാപത്തിന്റെ കാലാവധി തീർന്ന് തിരിച്ചെത്തുമ്പോൾ അതും തിരിച്ചു തരും. അപ്പോൾ ഭൂമിയുടെ ഓർമ്മ മാച്ചു കളയും. ഇവിടെ കണ്ടതൊക്കെ എന്നെയും അങ്ങനെയാണ്. പക്ഷേ ഞാൻ പോവില്ല. എനിക്കിനി ഇവിടെ കഴിഞ്ഞാൽ മതി. ഞാനിന്ന് ഭാമയുടെ വീട്ടിൽ വന്നത് എന്തിനാണെന്നറിയാമോ? മനുഷ്യനാകാനുള്ള കൊതി കൊണ്ട്. അമ്മ, അച്ഛൻ, അനിയത്തി, മുത്തശ്ശി. എനിക്ക് നിന്നോട് അസൂയ തോന്നി. എന്തിന്? നിനക്ക് ആരൊക്കെയുണ്ട്? ബന്ധങ്ങളുടെ ദിവ്യ സൗരഭ്യം ഇന്ന് ഞാൻ അവിടെ വെച്ചറിഞ്ഞു. എനിക്കും അതിലൊരു കണ്ണിയാവണം. അത് ഞാൻ സാധിക്കും. എങ്ങനെ? ഞാൻ മനുഷ്യനാവും. ഈ ഭൂമിയിൽ നിന്റെ ഒപ്പം ജീവിച്ച് നിന്റെ ഓർമ്മയുമായി മരിക്കുന്ന ദേവൻ എന്ന പേരുള്ള ഒരു മനുഷ്യനാവും. അതിനുവേണ്ടി ഓർമ്മയേറ്റ് അലയുന്ന മരണമില്ലാത്ത ഗഗനചാരിയുടെ ചിറകുകൾ ഒന്നൊന്നായി ഞാൻ പറിച്ചെറിയും. എന്നെ ചൂഴ്ന്നു നിൽക്കുന്ന ശാപത്തിന്റെ